ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ 5ാം ക്ലാസ് തജ്വീദുൽ ഖുർആൻ പൊതുപരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറുമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. അപ്പം പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കുക. തജ്വീദുൽ ഖുർആൻ നമ്മൾ സെക്കൻഡ് പാർട്ട് പാഠഭാഗം മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ പാഠങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഇതൊരു മോഡൽ ചോദ്യം മാത്രമാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം തന്നെ ഇവിടെ കോളത്തിൽ അടയാളപ്പെടുത്താനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലമാണ് ഏതെന്നാണ്. ഇവിടെ 3 ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? വസ്തോബിർ, ഫുർഖാനൻ, ബർദൻ. ഇവിടെ ഏതിലാണ് തർക്കീക്ക് ചെയ്ത് നമ്മൾ ഉച്ചരിച്ചത്? വസ്തോബിർ. വസ്തോബിർ എന്നത്, അപ്പോൾ ഇവിടെ വസ്തോബിർ എന്താണ്? ഇവിടെ സാക്കിനായ റാ, അതായത് സുക്കൂനുള്ള റായിന് മുമ്പ് കസറായി, കസറാവുകയും ശേഷം അതേ കലിമത്തിൽ ഇസ്തിലായിൻ്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും. അപ്പോൾ ഇവിടെ ബാക്കി തുടർന്നില്ല. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുക. മനസ്സിലായില്ല? ബാക്കി എല്ലാത്തിലും ഇസ്തിലായിൻ്റെ ഹർഫ് ആണല്ലേ, കാഫ്, ദാല്, കുത്ത മനസ്സിലാക്കുക. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫ് ലാം വന്നാൽ വെളിവാക്കാതെ ഓതണം. ഏത് അക്ഷരത്തിന് മുമ്പാണ് അലിഫും ലാമും വന്നാൽ വെളിവാക്കാതെ ഓതേണ്ടത്? അപ്പോൾ ഈ അക്ഷരങ്ങൾ, അപ്പോൾ ഏതക്ഷരം? അവിടെ ജീമ്, സ്വാദ്, ഐന്. അതിൽ ഏതക്ഷരത്തിന് മുമ്പാണ് അലിഫും ലാമും വന്നാൽ വെളിവാക്കാതെ ഓതേണ്ടത്? അപ്പോൾ അവിടെ എന്താണ്? നമ്മൾ ഷംസിയ, കമറിയ എന്ന് 2 പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അലിഫ് ലാം ഉച്ചരിക്കുന്നതുമുണ്ട്, ഉച്ചരിക്കാത്തതുമുണ്ട്. അപ്പോൾ അതിൽ അലിഫ് ലാം ഉച്ചരിക്കാത്തത് ഷംസിയായ അക്ഷരങ്ങൾക്കാണ്. അപ്പോൾ ഇതിൽ ഷംസിയായ അക്ഷരം വരുന്നത് സ്വാദാണ്. ജീമും ഐനും കമരിയയായ അക്ഷരമാണ്. അപ്പോൾ ഇതിൽ സ്വാദാണ് ശരിയായ ആൻസർ. അടുത്ത 3ാമത്തത്, ഇതിലുള്ള ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. ഇതിലുള്ള ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. ഏതാണ്? ഇവിടെ 3 വ ഇദാ മസ്സഹുൽ ഹൈർ, 3 ഓപ്ഷനാണ്. വ ഇദാ മസ്സഹുൽ ഹൈർ, ലഹുൽ മുൽക്ക്, ഇന്നഹു കാന. ഇവിടെ എവിടെയാണ് നമ്മൾ ഹാഇനെ നീട്ടി ഓതേണ്ടത്? ഏതാണ്? ഹാ ഉൽ ലമീർ നമ്മൾ 1, 2 എന്ന് പറഞ്ഞിട്ട് 2 പാഠങ്ങൾ, ഒന്ന് നീട്ടി ഓതേണ്ടതും ഒന്ന് നീട്ടി ഓതാൻ പാടില്ലാത്ത സ്ഥലങ്ങളോ പഠിച്ച്. അപ്പം അത് മനസ്സിലാക്കിയാൽ ഇതിന് പെട്ടെന്ന് ഉത്തരം ചെയ്യാം. അപ്പം എന്താണ് ഇവിടെ? ഇദാ മസ്സഹുൽ ഹൈർ, ഇവിടെ ഹാഇന് ശേഷം സുക്കൂന്. ലഹുൽ മുൽക്ക്, ഇവിടെയും ഹാഇന് ശേഷം സുക്കൂന്. ഇന്നഹു കാന, അപ്പോൾ ഇവിടെ എന്താണ്? ഹാ ഉൽ ലമീറിന് മുമ്പോ ശേഷമോ ഹർക്കത്താണെങ്കിൽ ആ ഹാഇനെ നീട്ടി ഓതണം എന്നാണ് നമ്മൾ ഹാ ഉൽ ലമീറിൻ്റെ പാഠത്ത് പഠിച്ചത്. അപ്പോൾ ഇവിടെ ഫത്തഹ്, ഇവിടെയും ഫത്തഹ്, ഹർക്കത്ത് വന്നു. അപ്പോൾ ഇവിടെ ചെറിയ യാഓ വാവോ ഇട്ട് നീട്ടാൻ കാണിക്കില്ല. എന്നാലും ഈ ഹർക്കത്തിൻ്റെ കാരണത്താൽ ഇവിടെ ഹാഇനെ നമ്മൾ നീട്ടി ഓതണം. അപ്പോൾ അവിടെ ഓപ്ഷൻ ഇതാണ് ശരിയായത്. അടുത്തത്, ഖുർആൻ ഒരു മുസ്ഹഫിലായി ക്രോഡീകരിച്ചത്. ഒരു മുസ്ഹഫിലായി ക്രോഡീകരിച്ച വർഷമാണ് ചോദിക്കുന്നത്. ഹിജ്റ 12, ഹിജ്റ 14, ഹിജ്റ 6. ഹിജ്റ 12ലാണ് ഖുർആൻ ഒരു മുസ്ഹഫിലായി ക്രോഡീകരിച്ചത്. ഹിജ്റ 25ലാണ് മുസ്ഹഫിൻ്റെ പല കോപ്പികൾ ഇറക്കിയത്. അപ്പോൾ ഇവിടെ ക്രോഡീകരിച്ചത് ഹിജ്റ 12-ന്, മറ്റേത് ഹിജ്റ 25-ന്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കട്ടോ. അടുത്തത്, റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ. റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര? എണ്ണാണ് ചോദിച്ചത് കേട്ടോ. റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര? 5, 4, 3. എത്ര സ്ഥലങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്? 4 സ്ഥലങ്ങളിലാണ് റായിനെ തർക്കീക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചോദ്യപേപ്പർ മാത്രം പറയല്ല, റിവിഷനായിട്ടാണ്. അപ്പോൾ മനസ്സിലാക്കുക.
ഏതൊക്കെയാണ് റായിനെ തർക്കീക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ? റായിന് ഹർക്കത്ത് കസറാവുക, റായിൻ്റെ ഹർക്കത്ത് കസറാവുക ഒന്നത്. രണ്ടെന്താണ്? സുക്കൂനുള്ള റായിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തിലായിൻ്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ റായിനെ തർക്കീക്ക് ചെയ്യണം. പിന്നെ അടുത്ത മൂന്നാമത്തെ, സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ ഉണ്ടാവുക, സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ ഉണ്ടായിരിക്കുക. നാലാമത്തെ, സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിന് മുമ്പുള്ളത് കസറാവുകയും, സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിന് മുമ്പുള്ളത് കസറാവുകയും ചെയ്താലും റായിനെ തർക്കീക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ ഖുർആനിൽ മൂന്നാമത്തെ പാഠം അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അടുത്തത് പൂരിപ്പിക്കാനാണ്. പൂരിപ്പിക്കാൻ ഒന്നാമത്തെ ചോദ്യം എന്താണ്? റസ്മുൽ ഡാഷ് വിരുദ്ധമായി ഖുർആൻ ഓതാൻ പാടില്ല. എന്താണ്? റസ്മുൽ ഉസ്മാനിക്ക്. അവിടെ റസ്മുൽ ഉസ്മാനിക്ക് വിരുദ്ധമായി ഖുർആൻ ഓതാൻ പാടില്ല, അതെഴുതുക. ഏഴാമത്തത്, ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷവും, ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷവും ഡാഷ് ഉണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് പറഞ്ഞ് എന്തായിരുന്നു? ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. അപ്പം ക്വസ്റ്റ്യനിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. ചില ഭാഗത്തെ ചോദ്യമോ ആയിരിക്കും ചില ഭാഗത്തുള്ള ഉത്തരം. അപ്പോൾ അത് ചോദ്യം നന്നായി ആദ്യം തന്നെ വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ചില ഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണിത്, ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. അപ്പോൾ ഇവിടെ ഹർക്കത്ത്. അടുത്തത് നോക്കൂ, ഫരിഹ. ഫരിഹ എന്നതിൽ റായിനെ ഡാഷ് ചെയ്ത് ഓതണം. എന്താണ് ചെയ്തത്? ഫരിഹ. ഫരിഹ എന്നതിൽ റായിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. അപ്പോൾ തർക്കീക്ക് എന്ന് എഴുതാം. ഇവിടെ റായിന് കസറാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ് എല്ലാ റായിനും കസറാണെങ്കിൽ റായിന് ഹർക്കത്ത് കസറാണെങ്കിൽ റായിനെ തർക്കീക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ തർക്കീക്ക് ചെയ്ത് ഓതണം എന്ന് എഴുതാം. അടുത്ത നോക്കൂ, മഹ്റജിലും സിഫത്തിലും ഒത്ത ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങൾക്ക് ഡാഷ് എന്ന് പറയുന്നു. എന്താണ് മഹ്റജിലും സിഫത്തിലും ഒത്ത ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങൾക്ക് മുത്തമാസിലൈനി എന്നാണ് പറയുന്നത്. മുത്തമാസിലൈനി ഇദ്ഗാം എന്ന പാഠത്തിലുള്ളതാണ്. അടുത്തത്, ഖുർആൻ ഡാഷിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ടു. ആരെ നിർദ്ദേശപ്രകാരമാണ് ഖുർആൻ എഴുതപ്പെട്ടത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ വായിച്ച് തന്നെ നന്നായി മനസ്സിലാക്കുക. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ യാതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവ മുഴുവനായി ക്രോഡീകരിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടത് ആരാണെന്നുള്ളതിനാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഖുർആൻ ഒരു മുസ്ഹഫിലായി ക്രോഡീകരിക്കപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കപ്പെട്ടു. അപ്പോൾ അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ കൂടെ ചോദ്യം ശ്രദ്ധിക്കണം. എഴുതപ്പെട്ടതാണ് ചോദിച്ചത്, ക്രോഡീകരിക്കപ്പെട്ടതല്ല ചോദിച്ചത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അത് കോപ്പികൾ ഇറക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഖുർആന് ക്രോഡീകരിക്കപ്പെട്ടത്, ഒരു മുസ്ഹഫിലായി ക്രോഡീകരിക്കപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇവിടെ എഴുതപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് ഖുർആൻ എഴുതപ്പെട്ടത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് എഴുതാം. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി ചേർക്കാനുള്ളത് വന്നത് ഞങ്ങളുടെ അവസാനത്തെ പാഠമായ റസ്മുൽ ഉസ്മാനിയിൽ നിന്നാണ്. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് തന്നെയാണ് വന്നത്. അപ്പോൾ ആ പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ എന്താണ്? അൽ ഖദഫിന്
ഉദാഹരണം ഇതിൽ നിന്ന് കണ്ടെത്തണം. എന്തായിരുന്നു ഹദ്ഫ്? അക്ഷരങ്ങൾ ഒഴിവാക്കൽ. അക്ഷരങ്ങൾ ഒഴിവാക്കൽ അതായിരുന്നു ഹദഫ്. ഏതാണ്? അക്ഷരങ്ങൾ ഒഴിവാക്കിയുള്ളത് ഇതിൽ ബി ആണ്, യംഹുല്ലാഹ. അപ്പോൾ ഇത് പാഠഭാഗത്തിൽ പഴയ ബുക്കിലുള്ള എഴുത്താണ്. അതിൽ റസ്മുൽ ഉസ്മാനിയും റസ്മുൽ കിയാസിയും പഴയ ലിപിയും കാണിക്കുമ്പോൾ അതിൽ ഉദാഹരണം തന്നത് ഈ യംഹുല്ലാഹ എന്നതായിരുന്നു. അപ്പോൾ പുതിയ ബുക്കിൽ അത് മാറ്റുണ്ട്. അവിടെ എൽവൂന എന്നൊക്കെ ആയിരുന്നു പുതിയ ബുക്കിൽ വന്നത്. അപ്പോൾ അടുത്തത് നോക്കാം, അസിയാദ. അസിയാദക്ക് ഉദാഹരണം എന്താണ് സിയാദ? സാധാരണ എഴുത്തിൽ കാണാത്ത അക്ഷരങ്ങളെ ചില പദങ്ങളിൽ എഴുതപ്പെടുന്നു. അപ്പോൾ ഇതിൽ പാഠഭാഗത്തിൽ ഉള്ള ഉദാഹരണം തന്നെയാണ്, പുതിയതിൽ തന്നെയാണ് ല അദ്ബഹന്ന. ഇവിടെ ഈ അലിഫ് വന്നു, ല അദ്ബഹന്ന, മനസ്സിലായില്ലേ? അപ്പോൾ ഈ അലിഫാണ് ഇവിടെ എഴുതപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ എ ആണ് നമുക്കതിൻ്റെ നേരെ എഴുതേണ്ടത്. അടുത്ത ബദല്. ബദൽ എന്തായിരുന്നു? ബദല് ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. ബദലിന് പുതുതായി കൊണ്ടുവന്നത് ഇവിടെ സ്വലാത്ത് ഉണ്ടല്ലേ, സ്വലാ. അപ്പോൾ ഇവിടെ വാവ് വന്നു, സ്വലാ എന്ന് പറഞ്ഞ നീട്ടാൻ. അപ്പോൾ അത് ഒരക്ഷരത്തിന് പുതുതായിട്ട് ഒരക്ഷരം കൊണ്ടുവന്നതാണ്. അടുത്ത ഹംസ്. അൽ ഹംസിന് എന്താണ്? മുഅ്മിനൂന. എന്താണ് ഹംസ്? ഹംസയുടെ വ്യത്യസ്തമായ എഴുത്ത് രീതി. ഇവിടെ ഇവിടെ ഒരു ഹംസ വന്നു, എന്ന ഒരു ഹംസ വന്നു. അതുപോലെ ല അദ്ബഹന്ന, ഇവിടെ ഒരു ഹംസ എഴുത്തിലില്ല കേട്ടോ, അദ്ബഹന്ന എന്ന് പറയുന്ന. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഹംസയുടെ വ്യത്യസ്തമായ എഴുത്ത് രീതിയാണ് അൽ ഹംസ്. അപ്പോൾ അതിൻ്റെ സി നമുക്കിവിടെ എഴുതാം. അടുത്തതും ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. ഇവിടെ എന്താണ്? അലിഫ് തർക്കീക്ക് ചെയ്യണം. അലിഫ് തർക്കീക്ക് ചെയ്യണം എപ്പോഴാണ്? അതിന് ഉദാഹരണമാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ അടുത്തത് വാവിനെ തർക്കീക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അലിഫ് വാവ് ഇതിനെ തർക്കീക്ക് ചെയ്യുന്ന ഒരു പാഠം പഠിച്ചിരുന്നു. എന്തായിരുന്നു? ഇസ്തിലായിൻ്റെ ഹർഫിനെ നീട്ടുന്ന അലിഫും വാവിനും തഫീമാണ്. ഇസ്തിലായിൻ്റെ ഹർഫിനെ, ഇസ്തിലായിൻ്റെ ഹർഫല്ലാത്തതിനെ നീട്ടുന്ന അലിഫും വാവും തർക്കീക്കാണ്. അപ്പം അതിനെ നേർപ്പിച്ചാണ് ഓതേണ്ടത്. അപ്പോൾ ഇവിടെ തർക്കീക്കാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇസ്തിലായിൻ്റെ അല്ലാത്ത അക്ഷരമാണ് വേണ്ടത്. അപ്പോൾ ഉദാഹരണം നോക്കൂ. എന്താ? വക്കുന്ന, വക്കുന്ന കണ്ടില്ലേ? നൂനിനെ നീട്ടുന്ന അലിഫ്. അപ്പം അതിനെ ഇവിടെ തർക്കീക്ക് നേർപ്പിച്ചോതണം. അടുത്ത അതുപോലെ നോക്കൂ. കാലു തോ ഇറക്കും, വാവ് കൊണ്ട് നീട്ടുന്നു ലാമിനെ. അപ്പോൾ അവിടെയും നേർപ്പിച്ചോതണം. അടുത്ത നോക്കൂ. അപ്പം അതിൻ്റെ ഡിയും സി അവിടെ എഴുതി കൊടുക്കട്ടോ. ഹാ ഉൽ ലമീറിനെ നീട്ടരുത്. ഹാ ഉൽ ലമീറിനെ നീട്ടരുത് എവിടെയാണ്? വ ഇലൈഹി തുർജഊൻ. അതിൻ്റെ ബി എഴുതാം. എന്താണ്? ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്താണ് വേണ്ടത്. അപ്പോൾ ഇവിടെ സുക്കൂനാണ്. അപ്പോൾ ഇതിനെ നീട്ടാതെ ഓതണം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് മുത്തജാനിസാനിക്ക്, മുത്തജാനിസീനിക്ക് ഒരു ഉദാഹരണം. മുത്തജാനിസാനിക്ക് ഒരു ഉദാഹരണം ഏതാണ്? ഇതാ കൽ തബയ്യന. മനസ്സിലായില്ലേ? അതെന്തായിരുന്നു മുത്തജാനിസാനി? മുത്തജാനിസീനി എന്ന് പറഞ്ഞാൽ മഹ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസമാവുകയും. സിഫത്തിൽ വ്യത്യാസമാവണം, മഹ്റജിൽ യോജിക്കുകയും വേണം ചെയ്യുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ ഇവിടെ ദാലും താവും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എങ്ങനെ ഉച്ചരിക്കൽ? അപ്പോൾ അവിടെ ദാലിനെ ഇതിലേക്ക് ചേർത്ത് കഴിയന, ദാൽ ഉച്ചരിക്കൂല, കത്തബയ്യന, കത്തബയ്യന അങ്ങനെയാണ് ഓതേട്ടത്. അപ്പോൾ അതിൻ്റെ എ ഇവിടെ എഴുതുക. അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഇത് ആമു മുത്തമാസിലൈനിക്ക് ഒരു ഉദാഹരണം എഴുതുക. ഇത് ആമു മുത്തമാസിലൈനിക്ക് ഉദാഹരണം എഴുതണം.
എന്താണ് മുത്തമാസിലൈനി? അതാദ്യം മനസ്സിലാക്കുക, എന്നിട്ടൊരു ഉദാഹരണം എഴുതുക. മഹറജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾക്കാണ് മുത്തമാസിലൈനി. മഹറജും സിഫത്തും, അതായത് സാക്കിനായ ഒരക്ഷരത്തിന് ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്യണതാണ്. അതാണ് ഇദ്ഗാം. അപ്പോൾ ഇദ്ഗാം മുത്തമാസിലൈനി, മഹറജും സിഫത്തും ഒന്നാവണം. അപ്പോൾ രണ്ടും ഒരേപോലത്തെ അക്ഷരമാവണം. അതിന് ഉദാഹരണമാണ് ഏതാണ്? ബാവും ബാവും എടുത്തെടുത്ത് വരിക. എന്തായിരുന്നു? അദ്ഹബ ബി കിതാബി. അതുപോലെ എന്താണ്? ലിരിബി അസാക്ക, ലിരിബി അസാക്ക, അതിലേക്ക് ചേർത്ത് ഓതുക. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതുക. ലിരിബി അസാക്ക, അദ്ഹബി കിതാബ, അതിലേതെങ്കിലും ഒന്ന് എഴുതുക. രണ്ട് ബാവുകൾ ഒരുമിച്ച് ഒന്ന്. ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം. അടുത്തത് ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം. നമ്മൾ ഫസ്റ്റത്തെ ഒരു ചോദ്യത്തിന് ഇന്നഹു കാന, ഇവിടെ ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്താണ്. അപ്പോൾ അത് നമുക്ക് അവിടെ എഴുതാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതേപോലെ ചോദ്യത്തിൽ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ആദ്യം ഹാ ഉൽ ലമീർ എന്താണെന്ന് മനസ്സിലാക്കണം. ഹാ ഉൽ ലമീർ നമ്മൾ ഇതിൽ ഫുള്ള് പറഞ്ഞത് തന്നെയാണ്. മുമ്പും ശേഷവും ഹർക്കത്താണെങ്കിൽ ഹാ ഉൽ ലമീറിന് നീട്ടി ഓതണം. അടുത്തത് കമരിയായ അക്ഷരങ്ങളിൽ 5 എഴുതുക. കമരിയായ അക്ഷരങ്ങളിൽ നിന്ന് 5 എഴുതുക. നമ്മൾ പാഠഭാഗത്തിൽ 14 അക്ഷരങ്ങളൊക്കെ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. അലിഫ്, ജീമ്, ഹ, ഹ, ഐന്, ഒയിന്, ഫ, കാഫ്, മീമ്, ഹ. അപ്പോൾ അതിൽ നിന്ന് 5 അക്ഷരങ്ങൾ, കമരിയായ 5 അക്ഷരങ്ങൾ. അപ്പോൾ അത് ഷംസിയും കമരിയും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇത് ഇനിയിപ്പോൾ ഈ ചോദ്യത്തിന് പകരം ഷംസിയായ 5 അക്ഷരങ്ങൾ എഴുതാൻ ചോദിച്ചാൽ അത് എഴുതാൻ കഴിയണം. ഇതൊക്കെ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ വരുന്ന ചോദ്യങ്ങളാണ്. അടുത്തത് ഫത്തഹോ ലമ്മ ഉള്ള റായിനെ എങ്ങനെ ഓതണം? ഫത്തഹോ ലമ്മ ഉള്ള റായിനെ എങ്ങനെ ഓതണം? അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം എഴുതുക? തഫ്ഹീം ചെയ്യണം. ഫത്തഹോ ലമ്മ ഉള്ള റായിനെ തഫ്ഹീം ചെയ്യണം. റായിന് കസറായാൽ തർക്കീക്കാണ്. അപ്പോൾ ലമ്മോ ഫത്തഹോ ഉള്ള റായിനെ തഫ്ഹീം ചെയ്യണം. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അവിടെ അലിഫിനെ തഫ്ഹീം ആക്കിയതിന് ഒരു ഉദാഹരണം എഴുതുക. ഏതെഴുതാം? വസ്സാഫാത്തി, വസ്സാഫാത്തി. അവിടെ നമ്മൾ സ്വാദിനെ തഫ്ഹീം ചെയ്തു. വസ്സാഫാത്തി, വായ നിറച്ചു പറഞ്ഞു. ജസാഅൻ, ജസാഅൻ വിഫാഖ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങളെ 4ാമത്തെ പാഠമായ തഫ്ഹീമുൽ അലിഫു വൽ വാവ് എന്ന പാഠഭാഗം മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഏത് അക്ഷരങ്ങൾക്കാണ് മുത്തകാരിബൈനി എന്ന് പറയുന്നത്? ഏത് അക്ഷരങ്ങൾക്കാണ്? 2 അക്ഷരങ്ങളെ പറഞ്ഞിരുന്നു. ഏതൊക്കെ അക്ഷരങ്ങളാണ്? മഹ്റജിൽ അടുത്തിരിക്കുകയോ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയും ചെയ്യുന്ന അക്ഷരങ്ങൾക്ക്. മഹ്റജിൽ അടുത്തിരിക്കുകയും കൂടുതൽ സിഫത്തിൽ യോജിക്കുകയും ചെയ്തിരിക്കുന്ന അക്ഷരങ്ങൾക്കാണ്. അത് ഖാഫും കാഫും, ഖാഫും കാഫും, ലാമും റാവും. ഈ 2 അക്ഷരങ്ങളാണ് മഹ്റജിൽ അടുത്തിരിക്കുകയും സിഫത്തിൽ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയും ചെയ്യുന്ന അക്ഷരങ്ങൾ. അതാണ് മുത്തകാരിബൈനി. അടുത്തത് എന്താണ്? ഷംസിയായ അക്ഷരങ്ങളിൽ 4 എഴുതാൻ. നമ്മൾ നേരത്തെ കമരിയ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഷംസിയായ അക്ഷരങ്ങളിൽ നിന്ന് 4 എഴുതുക. ഏതൊക്കെയാണ് ഷംസിയായ അക്ഷരങ്ങൾ? അലിഫും ലാമും വായനയിൽ ഉൾപ്പെടാത്ത അക്ഷരമാണ് ഷംസിയായ അക്ഷരം. അപ്പോൾ അത് ഏതൊക്കെയായിരുന്നു? നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. താ, സാ, ദാല്, ദാല്, റാ, സാ, ഷീന്, സീന്, സോദ്, ലോദ്, തോ, ലോ, അങ്ങനെയുള്ള അക്ഷരങ്ങൾ. അപ്പോൾ ഇവിടെ 4 എഴുതാം. അടുത്തത് സിഹ്റുൻ എന്നതിൽ റായിനെ തർക്കീക്ക് ചെയ്യാൻ കാരണമെന്ത്? സിഹ്റുൻ എന്താണ് കാരണം? ഇവിടെ സിഹ്റുൻ എന്നതിലെ പ്രത്യേകത എന്താണ്? സിഹ്റുൻ എന്നാണ്. അപ്പം നമ്മൾ വഖഫിൻ്റെ കാരണത്താൽ സിഹ്ർ, ഇതിന് സാക്കിനായി സിഹ്ർ. അതിന് തൊട്ടുള്ള മുമ്പുള്ള അക്ഷരത്തിൽ സുക്കൂനും വന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് കസറാവുകയും ചെയ്തു. അതാണ് ഇതിനെ തർക്കീക്ക് ചെയ്യാൻ കാരണം. സുക്കൂനിൻ്റെ സിഹ്ർ എന്ന
സിഹർ എന്നതിൽ റായിന് സാക്കിനായ റായിനെ വഖഫിൻ്റെ കാരണത്താൽ സാക്കിനായ റാ തൊട്ട് മുമ്പ് അക്ഷരത്തിൽ സുക്കൂനാവുകയും അതിന് മുമ്പുള്ളതിൽ കസറാവുകയും ചെയ്തു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് എഴുതണം. എന്തെഴുതണം? സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരത്തിൽ സുക്കൂനാവുകയും അതിന് മുമ്പ് കസറാവുകയും ചെയ്തത് കൊണ്ടാണ് റായിനെ തർക്കീക്ക് ചെയ്തത്. അങ്ങനെ എഴുതണം. അടുത്തത് മർസദിൻ എന്നതിലെ റായിനെ തഫീം ചെയ്യാൻ കാരണമെന്ന്. ഇത് പാർട്ട് 1 നമ്മൾ തഫീമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചത്. അപ്പം അതിൽ നിന്നാണ് ഇത് വന്നത്. മർസദിൻ എന്താണ് ഇവിടെ മർസദിൻ എന്നതിലെ റായിന് സുക്കൂനാണ്. റായിന് സുക്കൂനാവുകയും റായിന് മുമ്പുള്ള ഹർഫിന് ഫത്തഹോ ലമ്മോ ആവുകയും ചെയ്താൽ റായിനെ തഫീം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ റായിനെ തഫീം ചെയ്യാൻ കാരണം. അപ്പം റായിന് സുക്കൂനാവുകയും മുമ്പുള്ള അക്ഷരത്തിൽ ഹർക്കത്താവുകയും ചെയ്തുകൊണ്ട് ഹർക്കത്ത് ഫത്തഹാവുകയും ചെയ്തത് കൊണ്ടാണ്. അല്ലേ? അപ്പം റായിന് മുമ്പ് ഫത്തഹാവുകയും റായിന് സുക്കൂനാവും മുമ്പുള്ള അക്ഷരത്തിൽ ഫത്തഹാവുകയും ചെയ്തത് കൊണ്ടാണ് ഇവിടെ റായിനെ തഫീം ചെയ്തത് എന്ന് എഴുതാം. അടുത്തത് ഷംസിയായ ഹർഫുകളുടെ പ്രത്യേകത എന്ത്? ഷംസിയായ ഹർഫുകളുടെ പ്രത്യേകത എന്താണ്? ഷംസിയായ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫ് ലാം വന്നാൽ വെളിവാക്കാതെ വായനയിൽ ഉൾപ്പെടുത്താതെ ഓതണം. അപ്പോൾ അത് എഴുതാം. ഷംസിയായ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫ് ലാം വന്നാൽ വെളിവാക്കാതെ ഓതണം. അതെഴുതാം. അടുത്ത 29ാമത്തത് എന്താണ്? എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ട 4 അക്ഷരങ്ങൾ എഴുതുക. എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ട 4 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ട 4 അക്ഷരങ്ങളാണ് ഇവിടെ ചോദിച്ചത്. ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളായ ഹുസ്സലാത്തിൻകിൽ എന്ന അക്ഷരം എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ടതാണ്. അപ്പം അതിൽ 4 അക്ഷരമാണ് ഇവിടെ എഴുതേണ്ടത്. ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളായ ഹുസ്സലാത്തിൻകിൽ അതിലെ 4 അക്ഷരം ഇവിടെ എഴുതിയാൽ മതി. 7 അക്ഷരങ്ങൾ എല്ലാ സമയങ്ങളും തഫ്ഹീം ചെയ്യണം. അതിലെ 4 അക്ഷരങ്ങൾ ഇവിടെ എഴുതി വെക്കുക. അടുത്തത് നോക്കൂ, മദ് മുൻഫസിൽ എപ്പോഴാണ് ഉണ്ടാവുക? മദ് മുൻഫസിൽ എപ്പോഴാണ് ഉണ്ടാവുക? മദ്ദുൽ മുൻഫസിൽ എപ്പോഴാണ് ഉണ്ടാവുക? മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൽ അംസ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ മുൻഫസിലും മുത്തസിലും പഠിച്ചിരുന്നു. അതേ കലിമത്തിൽ തന്നെ അംസ വരുന്നതാണ് മുത്തസിൽ. അടുത്ത കലിമത്തിൽ അംസ വരുന്നത് മുൻഫസിൽ. അപ്പോൾ മദ്ദുൽ മുൻഫസിൽ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൽ ഹംസ ഉണ്ടാവുമ്പോഴാണ് മദ് മുൻഫസിൽ ഉണ്ടാവുന്നത്. അത് എഴുതാം. ഇസ്തിഫാലിൻ്റെ ഏതെല്ലാം അക്ഷരങ്ങൾക്കാണ് തർക്കീക്കും തഫീമും ഉള്ളത്? നമ്മൾ ഇസ്തിഫാൽ എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് പാർട്ടിലാണ്. ഇസ്തിഫാലിൻ്റെ ഹർഫുകളായ അലിഫ്, വാവ്, റാ, ലാം എന്നിവയെ ചിലപ്പോൾ തഫീം ചെയ്യേണ്ടതായിട്ടും തർക്കീക്ക് ചെയ്യേണ്ടതായിട്ടും വരും. അലിഫ്, വാവ്, ലാം, റാ. അപ്പോൾ അത് തഫീമിൻ്റെ പാഠത്തിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ തഫീമിൻ്റെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് പാർട്ടിൽ അത് തർക്കീക്കിൻ്റെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടത്. തഫീമുൽ അലിഫ് വൽ വാവ് എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട അലിഫ്, വാവ്, ലാം, റാ എന്നിവക്ക് തർക്കീമും തഫീമും എന്നീ 2 അവസ്ഥകളുണ്ട്. അപ്പം അതാണ് എഴുതേണ്ടത്. ഏതെല്ലാം അക്ഷരങ്ങൾക്കാണ് തർക്കീക്കും തഫീമും ഉള്ളത് എന്നുള്ളത് അലിഫ്, വാവ്, ലാം, റാ എന്നീ അക്ഷരങ്ങൾ എഴുതിയാൽ മതി. അടുത്തത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ്. ജംഉൽ ഖുർആനെ കുറിച്ചിട്ട് എഴുതണം. നമ്മളെ തജ്വീദുൽ ഖുർആനിലെ ഒരു പാഠം തന്നെ ഇല്ലേ ജംഉൽ ഖുർആൻ എന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആന് ഇറക്കപ്പെട്ട ഖുർആൻ എന്ന 10ാമത്തെ പാഠല്ലേ? ആ പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടതും ഖുർആൻ മുസഫ് രൂപത്തിലായതൊക്കെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതി വെക്കുക. പാഠഭാഗം നന്നായി മനസ്സിലാക്കുക.
അടുത്തത് ഇവിടെ യോജിച്ച ഉദാഹരണങ്ങൾ ചേർത്ത് എഴുതാനാണ്. ഇവിടെ തർക്കീക്കുറാ, അപ്പോൾ ഇതിൽ തർക്കീക്കുറായത് എന്നുള്ളതിന് ഉദാഹരണം ഇവിടേക്ക് എടുത്ത് എഴുതണം. നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ റായിനെ നേർപ്പിച്ച് ഓതിയതിന് ഉദാഹരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിൽ റാ ഇല്ല. ഇവിടെ മുതഹറു റായിന് ലമ്മാണ്. അപ്പോൾ അതല്ല, ഇവിടെ മിൻ ശരി നേർപ്പിച്ചോതി മിൻ ശരി മാ ഖലഖ്. അപ്പോൾ അതെടുത്തിട്ട് ഇവിടേക്ക് എഴുതാം. മനസ്സിലായില്ല? ഇനി അടുത്തത് നോക്കൂ, ഇക്ലാബ് തൻവീന്. ഇക്ലാബ് തൻവീന് കൊണ്ട് ഇക്ലാബ് ആയതിന് ഉദാഹരണം. അപ്പം നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഇക്ലാബിന് സാക്കിനായ നൂനിൻ്റെ തൻവീൻ്റെ ശേഷം ബാ വരുന്നതാണ്. അപ്പോൾ എഴുതാ ബസീറും ബിൽ ഇബാദ് ഉണ്ടല്ലേ, ബാ വന്നത്. അപ്പോൾ ഇതാണ് അവിടെയൊക്കെ എഴുതേണ്ടത്. അടുത്തത് ഇദ്ആമു മുതകാരിബൈന്. ഇദ്ആമിൻ്റെ പാഠത്തിൽ നിന്നാണ് വന്നത്. മുതകാരിബൈനക്ക് 2 അക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞത്, കാഫും ഖാഫും. രണ്ടും ഒരുമിച്ച് വരിക, അല്ലെങ്കിൽ ലാമും റാ ഒരുമിച്ച് വരിക. അപ്പോൾ അതേതാണ് ഇവിടെ വന്നത്? ഇവിടെതാ അലം നഹ്ലുക്കും. ഖാഫും ഒരുമിച്ച് വന്നു, അലം നഹ്ലുക്കും. അപ്പം അത് നമുക്ക് ഇവിടേക്ക് എടുത്ത് എഴുതാം. അടുത്തത് മദ്ദുൽ മുൻഫസിൽ മിൻ ഹാ ഉൽ ലൊമീർ. ഹാ ഉൽ ലൊമീറിൽ മുൻഫസിലാവുന്നത് എന്താണ്? മുൻഫസിലിൻ്റെത് ഹംസ വരണം, ഹംസ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഹാഇന് ശേഷം ഹംസ എവിടെയാണ്? അപ്പം അതിൽ ഹാ ഉൽ ലൊമീർ നോക്കുന്നുണ്ട്, ഹാ. പക്ഷെ ഇവിടെ അടുത്ത അക്ഷരത്തിൽ ഹംസ വരണം. അപ്പോൾ ഇവിടെ എഴുത്തിലില്ലാത്തതായിരിക്കും ഇല്ല എന്നുള്ളത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. അപ്പോൾ ഇവിടെ ഹാ ഉൽ ലൊമീറിന് ശേഷം ഇവിടെ ഒരു ഹാ വേണം, ചെറിയൊരു ഹാ വേണം, ഹംസ വേണം. അപ്പോൾ അതിവിടെ എഴുത്തിൽ വരാത്തതാവാം എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇതാണ് അതിന് ഉദാഹരണം എടുത്ത് എഴുതേണ്ടത്. അടുത്തത് എന്താണ്? തർക്കീക്കുല്ലാമി ജലാല. ജലാലത്തിൻ്റെ ഇസ്മിന്, അള്ളാഹുവിൻ്റെ പേര് വരുന്ന ഇസ്മിനെ നമ്മൾ തർക്കീക്ക് ചെയ്യും. ലഘുവായിട്ടാണ് ഓതുക. അപ്പം അതിന് ഉദാഹരണം എഴുതാനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് വരുന്നത് ഇവിടെ വല്ലാഹു ബസീറ നമ്മൾ ഇക്ലാബിൻ്റെ എഴുതി. പിന്നെ വരുന്നത് ഫിഅത്തുന്നുഖാതിലു ഫീ സബീലില്ലാഹ് കണ്ടില്ലേ? അപ്പോൾ അതാണ് ജലാലത്തിൻ്റെ ഇസ്മിനെ നമ്മൾ തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണം. അതെടുത്ത് എഴുതാം. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ്. അപ്പോൾ തജ്വീദ് നിയമമാണ്. നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഇല്ലാതെ എല്ലാ സമയത്തും ഉപയോഗിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാവാം ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ, ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇത് കഴിഞ്ഞ വർഷം പൊതുപരീക്ഷ മദ്രസയിലല്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ കൂടെ മദ്രസയുണ്ടാവും. അവിടെ നടത്തിയ പൊതുപരീക്ഷ, സ്കൂളിൽ നടത്തിയ പൊതുപരീക്ഷൻ്റെ ചോദ്യപേപ്പറാണ്. മദ്രസയുടെ ചോദ്യപേപ്പർ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ വീഡിയോ ഞാൻ എക്സാം ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നാവ് തെറ്റിപ്പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അഥവാ വിട്ടു പോകുന്ന ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്നുവെച്ചാൽ മനഃപൂർവ്വം പറയല്ല, മാറിപ്പോകുന്നതാണ്. ഒരുപാട് വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണതാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.